Good morning, my dear students. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ലീനിയർ ഇനീക്വാലിറ്റീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A solution of 8% boric acid solution is to be diluted by adding a 2% boric acid solution to it. The resulting mixture is to be more than 4% but less than 6% boric acid. If we have 640 liters of 8% solution, how many liters of the 2% solution will have to be added? എന്താണ് ക്വസ്റ്റ്യൻ? നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബോറിക് ആസിഡിൻ്റെ സൊല്യൂഷനുണ്ട്. ഓക്കെ, ബോറിക് ആസിഡൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ബോറിക് ആസിഡ് സൊല്യൂഷൻ അത് ഡൈല്യൂട്ടഡ് സൊല്യൂഷനാണ്. അത് 8% സൊല്യൂഷനാണ്. അതായത് 8% ബോറിക് ആസിഡും ബാക്കി വാട്ടറുമാണ്. അപ്പോൾ ഈ സൊല്യൂഷൻ 8% ബോറിക് ആസിഡാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? അത് ഡൈല്യൂട്ട് ചെയ്യണം by adding 2% boric acid solution. അപ്പോൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 2% ബോറിക് സൊല്യൂഷൻ ആണ് ആഡ് ചെയ്യേണ്ടത്, അല്ലേ? ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ദ റിസൾട്ടിങ് മിക്സ്ചർ ഈസ് ടു ബി മോർ ദാൻ 4%. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 8% ആണ്. അതിലേക്ക് നമ്മൾ 2% എത്ര ആഡ് ചെയ്യണം നമുക്ക് അറിഞ്ഞുകൂടാ. ആഡ് ചെയ്താൽ എന്തായി മാറണം റിസൾട്ടിങ് മിക്സ്ചർ? 4% താഴെ, നോട്ട് ലെസ് ദാൻ 4%, അല്ലെ 4% കൂടുതലായിരിക്കണം. കിട്ടുന്ന മിക്സ്ചറിൻ്റെ കണ്ടൻറ്റ് 4% കൂടുതലായിരിക്കണം ബോറിക് ആസിഡ്. ബട്ട് ലെസ് ദാൻ 6% കുറവുമായിരിക്കണം. അതായത് 4നും 6നും ഇടയ്ക്കായിരിക്കണം പുതിയ സൊല്യൂഷൻ്റെ ബോറിക് ആസിഡ് കണ്ടൻറ്റ്. ഓക്കെ, ഇഫ് വി ഹാവ് 640 liters ഓഫ് ദ 8% സൊല്യൂഷൻ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര സൊല്യൂഷനുണ്ട്? 640 liters ഉണ്ട്. How many liters of the 2% solution will have to be added? നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, എത്ര ലിറ്റർ 2% സൊല്യൂഷൻ നമ്മൾ അവിടെ ആഡ് ചെയ്യണം. അപ്പോൾ ഉള്ള 640 ലിറ്റേഴ്സിലേക്ക് 2% ബോറിക് ആസിഡ് സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്യുകയാണ്. അത് എത്ര ലിറ്റർ വേണം എന്നാണ് നമുക്ക് അറിയില്ല, അത് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളത് എക്സ് ലിറ്റേഴ്സ് ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഉള്ള 640യിലേക്ക് നമ്മൾ എക്സ് ലിറ്റേഴ്സ് ഓഫ് 2% സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. കിട്ടുന്നത് ഇൻ ബിറ്റ്വീൻ 4 and 6% ഉള്ള ബോറിക് ആസിഡ് സൊല്യൂഷൻ ആയിരിക്കണം. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ എന്താണ്? അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ മിക്സ്ചർ ഈസ് 640 + x ആണ്. ഓക്കെ, അതാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്നുകൂടെ വിശദമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. 640 liters ഓഫ് 8% ബോറിക് ആസിഡ് സൊല്യൂഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? 2% ബോറിക് ആസിഡ് സൊല്യൂഷൻ ഈസ് ആഡഡ്. അത് എത്ര ലിറ്ററാണ് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നമ്മളത് എക്സ് എന്ന് എടുക്കുന്നു. അപ്പോൾ എക്സ് ലിറ്റേഴ്സ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ആകെ എത്ര ലിറ്റർ ഉണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ? ലിറ്റർ 640 + x ലിറ്റർ ഉണ്ട്. ഓക്കെ, 640 + x ലിറ്റേഴ്സ് ഓഫ് ബോറിക് ആസിഡ് സൊല്യൂഷനാണ് നമുക്കുള്ളത്. അതെങ്ങനെയായിരിക്കണം എന്നാണ് നമ്മളോട് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്? 4% ബോറിക് സൊല്യൂഷനും 6%നും ഇടയ്ക്ക് ആയിരിക്കണം ഈ ആഡ് ചെയ്ത് കിട്ടുന്നത്. അതനുസരിച്ച് വേണം ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സ് ലിറ്റേഴ്സ് എങ്ങനെ ആഡ് ചെയ്യണം? അത് 4% ബോറിക് ആസിഡ് സൊല്യൂഷനും 6%നും ഇടയ്ക്കായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് 2% ബോറിക് ആസിഡാണ്. അപ്പോൾ നോക്കുക, 2% ബോറിക് ആസിഡ് സൊല്യൂഷൻ എക്സ് ലിറ്റേഴ്സും ഈ 8% ബോറിക് ആസിഡ് സൊല്യൂഷനായ 640 ലിറ്റേഴ്സിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും നമ്മൾ ആഡ് ചെയ്യും, അല്ലേ? 2% ബോറിക് സൊല്യൂഷൻ ഓഫ് എക്സ് ലിറ്റേഴ്സ് + 8% 640. അത് എന്തിനേക്കാൾ കൂടുതലായിരിക്കണം? 4% ഓഫ് 640 + x ലിറ്റേഴ്സ്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ 640 + x ലിറ്റേഴ്സാണ്, അല്ലേ? എക്സ് അങ്ങോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആകെ ലിറ്റേഴ്സ് 640 + x ആണ്. അതിൻ്റെ എന്തായിരിക്കണം? അതിൻ്റെ ബോറിക്സ് കണ്ടൻറ്റ് 4% കൂടുതലായിരിക്കണം. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതെന്തായിരിക്കണം? 4% ഓഫ് ദിസ് 640 + x ലിറ്റേഴ്സിൽ കൂടുതലായിരിക്കണം. ഓക്കെ, പിന്നെ ഒരു കണ്ടീഷനും കൂടിയുണ്ട്. ഈ പറയുന്ന സെയിം സൊല്യൂഷൻ എന്തായിരിക്കണം? 6%ൽ
കുറവുമായിരിക്കണം അല്ലേ. 2% ഇത് ആഡ് ചെയ്തു, പ്ലസ് 8% ഉള്ള നമ്മുടെ കയ്യിലുള്ള ഈ സൊല്യൂഷൻ ലെസ് ദാൻ 6% ഓഫ് ദി 640 പ്ലസ് എക്സ് ലിറ്റേഴ്സ് അല്ലേ. 640 പ്ലസ് എക്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്, അത് 6% ബോറിക് സൊല്യൂഷനിലും ലെസ് ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ട് കണ്ടീഷനായിട്ട് നമ്മൾ രണ്ടായിട്ട് സോൾവ് ചെയ്യുകയാണ്. ഓക്കെ, നേരത്തെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ടോട്ടൽ മിക്സർ 640 പ്ലസ് എക്സ് ലിറ്റേഴ്സ് ആണ്. ഗിവൺ ദാറ്റ് 2% ഓഫ് എക്സ് പ്ലസ് 8% ഓഫ് 640 എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 4%. ഇപ്പോൾ നമ്മൾ കണ്ടത് തന്നെ 4% ഓഫ് 640. അത് നമ്മളെടുത്ത് ചെയ്യുകയാണ്. 2% ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 2/100 ഇൻറ്റു എക്സ് പ്ലസ് 8% ഓഫ് 640 എന്ന് പറഞ്ഞാൽ 8/100 ഇൻറ്റു 640 അല്ലേ. ദിസ് ഗ്രേറ്റർ ദാൻ 4/100 ഓഫ് 640 പ്ലസ് എക്സ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് എഴുതാം. അപ്പോൾ ഇത് ബോറിക് ആസിഡ് കണ്ടൻറ്റാണിത്. ആദ്യത്തേതിൽ 2% ഉണ്ട്, എക്സിൻ്റെ 2% ബോറിക് ആസിഡാണ്, 640യുടെ 8% ബോറിക് ആസിഡാണ്. അത് എത്രയാണ് എത്രയാണത്, അത് 640 പ്ലസ് എക്സിൻ്റെ 4% കൂടുതലാണ്. അപ്പോൾ അത് സോൾവ് ചെയ്യാം, നോക്കാം. അത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. 2/100 ഇൻറ്റു എക്സ് പ്ലസ് 8/100 ഇൻറ്റു 640 ഗ്രേറ്റർ ദാൻ 4/100 ഇൻറ്റു 640 പ്ലസ് എക്സ്. നമ്മൾ ത്രൂ ഔട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത എല്ലാ ടേമിനെയും, അപ്പോൾ 100 എല്ലാം ക്യാൻസലായി. അപ്പോൾ 2x പ്ലസ് 8 ഇൻറ്റു 640 ഗ്രേറ്റർ ദാൻ 4 ഇൻറ്റു 640 പ്ലസ് 4x. ഇനി നമ്മൾ അതിൻ്റെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്തു, ഈ രീതിയിൽ കിട്ടി. പിന്നെ നമ്മൾ എക്സ് എല്ലാം ഒരു വശത്തേക്കാക്കി, 2x മൈനസ് 4x, ഈ നമ്പേഴ്സ് എല്ലാം മറുവശത്തേക്കായി, ഇതിങ്ങോട്ട് മൈനസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നത് -2x ഗ്രേറ്റർ ദാൻ -2560. ഇനി നമ്മൾ -2 കൊണ്ട് -2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് രണ്ട് വശവും. അപ്പോൾ ഇവിടെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് വരും, ഇവിടെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസ് ക്യാൻസലാവും, ഹാഫ് വരും. പക്ഷേ ഇത് മൈനസ് കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, അതുകൊണ്ട് എന്ത് സംഭവിക്കും, അതിൻ്റെ ഇനീക്വാലിറ്റി റിവേഴ്സ് ആവും. അപ്പോൾ അത് ഇങ്ങനെയാവും. ആദ്യം ഗ്രേറ്റർ ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ എന്താണ് ലെസർ ദാൻ അല്ലെങ്കിൽ സ്മോളർ ദാൻ എന്നായി അല്ലേ. ഇനി എന്തായി അഗെയിൻ. അപ്പോൾ ഇതൊരു വശമാണ്, ഒരു വശം ഒരു പാർട്ട് നമ്മൾ ചെയ്തു. അടുത്തത് എന്താ, 6% താഴെ ആയിരിക്കണം. ദ സെയിം തിങ്, ഇത് തന്നെ 6% സൊല്യൂഷനിലേക്കാളും താഴെ ആയിരിക്കണം, ലെസ് ദാൻ 6% അല്ലേ. അത് തന്നെ വീണ്ടും എഴുതുക. 2% ഓഫ് എക്സ് പ്ലസ് 8% ഓഫ് ദിസ് ബോറിക് കണ്ടൻറ്റ് 6% ലെസ് ആയിരിക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ യു വിൽ ഗെറ്റ് റിമൂവ് ദ ബ്രാക്കറ്റ്, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് -4x ലെസ് ദാൻ -1280. ഇവിടെ നമ്മൾ -4 കൊണ്ട് ഡിവൈഡ് ചെയ്യും, അപ്പോൾ ഇനീക്വാലിറ്റി റിവേഴ്സ് ആവും. ഇതിൻ്റെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 340 കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടി, ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. ആദ്യത്തെ എന്താണ്, എക്സ് ലെസ് ദാൻ 1280, ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 340. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 340യിലും ഗ്രേറ്റർ ആയിരിക്കും, 1280യിലും ലെസ് ആയിരിക്കും. അപ്പോൾ അത് നമുക്കിനി ഒന്നിച്ചെഴുതാം. ഓക്കെ, അത് നമുക്ക് ഒന്നിച്ചെഴുതി കഴിഞ്ഞാൽ ഈ രീതിയിൽ കിട്ടും. നോക്കുക, എക്സ് ഗ്രേറ്റർ ദാൻ 340 ആൻഡ് എക്സ് ലെസ് ദാൻ 1280. ദാറ്റ് മീൻസ് 340 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1280. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ ആഡ് ചെയ്യുന്ന ലിക്വിഡിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആ ബോറിക് 2% സൊല്യൂഷൻ 340 ലിറ്റേഴ്സിനും 1280ക്കും ഇടയ്ക്കാണെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ലാസ്റ്റ് കിട്ടുന്ന നമ്മുടെ സൊല്യൂഷൻ ഇൻ ബിറ്റ്വീൻ 4 and 6 നിൽക്കും. ഓക്കെ, സോ യു ഗോട്ട് ദ ഐഡിയ. ഓക്കെ, അത് റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കേട്ട് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. ഓക്കെ, ദെൻ കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many liters of water will have to be added to 1125 liters of 45 percent solution, and as it's so that the resulting mixture will contain more than 25% but less than 30% acid content. നേരത്തെ ചെയ്ത പോലെ അതേപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എത്ര ലിറ്റർ വാട്ടർ ചേർക്കണം, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വി ഹാവ് ടു ആഡ്. അത് എക്സ് ആണെന്ന് സങ്കല്പിക്കുക. എക്സ് ലിറ്റേഴ്സ് എങ്ങോട്ട് ആഡ് ചെയ്യണം, 1125 ലിറ്റേഴ്സ്. അത് എങ്ങനെയുള്ള ലിക്വിഡാണ്, 45% സൊല്യൂഷനാണ്. അപ്പോൾ ഈ 45% സൊല്യൂഷനിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്, വാട്ടർ ആഡ് ചെയ്തിട്ട് ഡൈല്യൂട്ട് ആക്കുകയാണ്. ഡൈല്യൂട്ട് ആക്കി കഴിയുമ്പോൾ മിക്സ്ചർ എങ്ങനെയായിരിക്കണം,
25% സൊല്യൂഷനിലും 30% ആസിഡ് സൊല്യൂഷനിലും ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം. ആസിഡ് കണ്ടൻറ്റ് 25-നും 30-ക്കും ഇടയ്ക്കായിരിക്കണം. ഓക്കെ, 25%-നും 30%-നും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ലിറ്റേഴ്സ് ആഡ് ചെയ്യുന്നു. അപ്പോൾ എക്സ് ലിറ്റേഴ്സ് 1125 ലിറ്റേഴ്സിലേക്ക് ആഡ് ചെയ്യുമ്പോൾ 1125 പ്ലസ് എക്സ് ലിറ്റേഴ്സ് ടോട്ടൽ മിക്സ്ചർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ടോട്ടൽ മിക്സ്ചർ ഇവിടെ 1125 പ്ലസ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിരിക്കുന്നു ഒന്നുകൂടെ ക്രോഡീകരിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് 45% സൊല്യൂഷനാണ്. നമുക്ക് ഫൈനൽ റിസൾട്ട് എന്തായിരിക്കണം? 25% സൊല്യൂഷനിലും 30% സൊല്യൂഷനിലും ബിറ്റ്വീൻ ആയിരിക്കണം. അപ്പോൾ അത് നമ്മളിവിടെ ഒന്നിച്ചെഴുതുകയാണ്. ആഡ് ചെയ്ത് കഴിയുമ്പോൾ എക്സ് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുക? വാട്ടർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 25% ഓഫ് 1125 പ്ലസ് എക്സ് അല്ലേ, അത് ലെസ് ദാൻ തന്നിരുന്നത് ഇതാണ് 45% ഓഫ് 1125 ആണ് ഉണ്ടായിരുന്നത്. അത് പിന്നെയും എന്തായി? 30% ഓഫ് ലെസ് ദാൻ 30% ഓഫ് 1125 പ്ലസ് എക്സ്. ഓക്കെ, അപ്പോൾ അത് ഒന്നിച്ച് നമുക്കിങ്ങനെ എഴുതാം. ഇനി അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 25/100 ഇൻറ്റു 1125 പ്ലസ് എക്സ് ലെസ് ദാൻ 45/100 ഇൻറ്റു 1125 ലെസ് ദാൻ 30/100 ഇൻറ്റു 1125 പ്ലസ് എക്സ്. ഇനി 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് നമുക്കിങ്ങനെ കിട്ടും. ഓക്കെ, വീണ്ടും അത് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് പിന്നെ നമ്മളിവിടെ രണ്ടാക്കുകയാണ്. അതായത് ആദ്യത്തെ ഇത്രയും പാർട്ട് ഒന്നിച്ചെടുക്കും. ഓക്കെ, പിന്നെയോ ഇത്രയും പാർട്ട് ഒന്നിച്ചെടുക്കും. അതായത് 28125 പ്ലസ് 25x ലെസ് ദാൻ 50,625 എന്നൊരു പാർട്ട് എടുക്കും. 50,625 ഈസ് ലെസ് ദാൻ 33750 പ്ലസ് 30x. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണ്. നേരത്തെ പോലെ തന്നെ ചെയ്യുന്നു. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ 25x ലെസ് ദാൻ 22,500 ആൻഡ് 30x ഗ്രേറ്റർ ദാൻ 16,875. വീണ്ടും അത് സിംപ്ലിഫൈ ചെയ്തു. എക്സ് ലെസ് ദാൻ ദസ് ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ ദസ്. വീണ്ടും സിംപ്ലിഫൈ ചെയ്താൽ എക്സ് ഗ്രേറ്റർ ദാൻ 562.5 ആൻഡ് എക്സ് ലെസ് ദാൻ 900. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 562.5-നേക്കാൾ ഗ്രേറ്ററും 900-നേക്കാൾ സ്മോളുമാണ്. അപ്പോൾ ദെൻ യു വിൽ ഗെറ്റ് ലൈക്ക് ദിസ് 562.5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 900. അപ്പോൾ ഇത്രയും എക്സ് ലിറ്റേഴ്സ് ഈ ബിറ്റ്വീൻ ഈ നമ്പേഴ്സിന് ബിറ്റ്വീനായിട്ട് അത്രയും ലിറ്റേഴ്സ് വാട്ടർ ആഡ് ചെയ്താൽ നമ്മുടെ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓവർ. അതാണ് ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. IQ of a person is given by the formula. IQ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ IQ of a person എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മെൻ്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. അതാണ് മെൻ്റൽ ഏജ്, നമ്മുടെ മാനസിക വളർച്ച, അതുപോലെ തന്നെ ശാരീരിക വളർച്ച, അതാണ് ക്രോണോളജിക്കൽ ഏജ്. അപ്പോൾ IQ എന്ന് പറയുന്നത് മെൻ്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ആണ്. വേർ മെൻ്റൽ ഏജ് ഈസ് മെൻ്റൽ ഏജ് ആൻഡ് CA ഈസ് ക്രോണോളജിക്കൽ ഏജ്. അപ്പോൾ IQ കാണുന്നതിനുള്ള ഫോർമുല ഇതാണ് MA/CA ഇൻറ്റു 100. ഇനി if 80 ലെസ് ദാൻ ഓർ ഈക്വൽ ടു IQ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 140 ഫോർ എ ഗ്രൂപ്പ് ഓഫ് 12 years ഓഫ് ചിൽഡ്രൻ, ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ദർ മെൻ്റൽ ഏജ്. അപ്പോൾ നമുക്കിവിടെ 12 years ഓൾഡ് ചിൽഡ്രൻ്റെ ഒരു ഗ്രൂപ്പ് തന്നിരിക്കുന്നു. ആ കുട്ടികൾക്കെല്ലാം 12 years ആണ്. അവരുടെ IQ എന്ന് പറയുന്നത് 80 to 140 ആണ് വേരി ചെയ്യുന്നത്. 80ക്കും 140ക്കും ഇടയ്ക്കാണ്. അവരുടെ ക്രോണോളജിക്കൽ ഏജ് 12 ആണ് അല്ലേ. മെൻ്റൽ ഏജിൻ്റെ റേഞ്ച് എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 80 ലെസ് ദാൻ ഓർ ഈക്വൽ ടു IQ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 140. അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഈ IQവിന് പകരം നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. IQ എന്ന് പറയുന്നത് എന്താ? മെൻ്റൽ ഏജ് ബൈ CA ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും 80 ലെസ് ദാൻ ഓർ ഈക്വൽ ടു MA/CA ഇൻറ്റു 100 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 140. ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണ്. മെൻ്റൽ അനദർ തിങ്, ഈ CA എന്നുള്ളത് ക്രോണോളജിക്കൽ ഏജ് ആണ്. അത് 12 നമുക്ക് തന്നിട്ടുണ്ട്. 12 years ഗ്രൂപ്പാണ്. അപ്പോൾ അത് 12 ആണ്, അത് തന്നിട്ടുണ്ട്. അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 80 ലെസ് ദാൻ ഓർ ഈക്വൽ ടു MA/12 ഇൻറ്റു 100 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 140. ഇനി നമ്മൾ ഈ 12 ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ 12 കൊണ്ട് കംപ്ലീറ്റ് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 80 ഇൻറ്റു 12 ലെസ് ദാൻ ഓർ ഈക്വൽ ടു MA ഇൻറ്റു 100/12 ഇൻറ്റു 12 കൊണ്ട് ഇതിനെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, ഇത് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്യുകയാണ്. ഇവിടെ ഈ 12 ക്യാൻസലായി പോകും.
അപ്പോൾ MA × 100 വരും അവിടെ. ഇവിടെ 80 × 12 960, ഇവിടെ 140 × 12 1680. ഓക്കെ, ഇനി നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ MA മാത്രമായി കിട്ടും. അപ്പോൾ 9.6 ഇതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെൻ്റൽ ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16.8. അതായത് ഈ കുട്ടികളുടെ മെൻ്റൽ ഏജ് 9.6-നും 16.8-നും ബിറ്റ്വീൻ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ കുട്ടികളുടെ IQ 80 to 140 ആണെങ്കിൽ മെൻ്റൽ ഏജ് വേരി ചെയ്യുന്നത് 9.6 മുതൽ 16.8 വരെ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ റിവൈസ് ചെയ്ത് പഠിക്കുക. അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. സോ ദിസ് ചാപ്റ്റർ ഈസ് ഓവർ. റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കേട്ടോളണം. ഓക്കെ, അതുപോലെ തന്നെ നോട്ട്സ് കറക്റ്റായിട്ട് എഴുതിക്കൊള്ളണം. ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കിക്കൊള്ളണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.